ബിജു പങ്കജ് 8:30 അവിടെ നിന്നും ഹെലികോപ്റ്റർ പറന്നുയരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ആ നിലമൊക്കെ ഒരു താൽക്കാലിക ഹെലിപാഡ് പോലെ ഒരുക്കിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. കാലാവസ്ഥ ഇപ്പോഴെങ്ങനെയുണ്ട്? അനുകൂലമാണോ? ഇന്ന് രാവിലെ പോലും മഴയുണ്ടായിരുന്നു, പിന്നീട് മാറി. പക്ഷേ ഹെലികോപ്റ്റർ ഇവിടെ മേളിലെത്തി, പക്ഷേ ഇറങ്ങാനുള്ള ഒരു സാഹചര്യമില്ല. നല്ല മഴ പെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘാംഗങ്ങളൊക്കെ ഇങ്ങോട്ട് കയറിയിരിക്കുന്നത്. അവർ തിരികെ ഗ്രൗണ്ടിൽ നിന്ന് കയറിയിരിക്കുകയാണ്. സാർ, ഈ മഴ കുറച്ച് മരം തോന്നിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കുറച്ച് ഡിലേ ആകുമെന്ന് തോന്നുന്നു. മഴ കുറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ ഒരു പ്രതികൂല ഘടകമായി മാറുകയാണ്. അല്ല, ഇപ്പോൾ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. ഓപ്പൺ അപ്പ് ആവുമ്പോൾ തൽക്കാലം ഹെലികോപ്റ്റർ തിരിച്ചു പോയേക്കാണ്. ലാൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, വെതർ വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഓപ്പൺ അപ്പ് ആകുമ്പോൾ തിരിച്ചു വരും. കാലാവസ്ഥയിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വെയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്ത് ഒരു ഡിലേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ദൗത്യം തുടങ്ങാൻ കഴിയുമെന്നാണ് കരുതുന്നത്. നേരത്തെ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്ത് അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഹെലികോപ്റ്റർ എത്തുകയും ചെയ്തു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു മഴ പെയ്തു. അതുകൊണ്ട് ഈ സംഘാംഗങ്ങളൊക്കെ തിരിച്ച് ഇവിടെ കയറിയിരിക്കണം. എന്തായാലും വെയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ തെരച്ചിൽ ദൗത്യം തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ബിജു പങ്കജ്, അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം ആരംഭിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അപ്പോഴും ഈ കാലാവസ്ഥയുടെ കാര്യം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇപ്പോൾ നേരിയ മഴയുണ്ട്. അത് കുറഞ്ഞാൽ ഉടൻ തന്നെ പറന്നുയരാൻ സാധിക്കുമെന്നാണ് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരും സൈനികരുമൊക്കെ പങ്കുവയ്ക്കുന്നതും. ബിജു പങ്കജിലേക്ക് ഞാൻ തിരികെ വരാം. ഇപ്പോൾ ദിവിഷ് മണി തുടരുന്നുണ്ട്. മുണ്ടക്കൈയിലേക്കുള്ള യാത്രയിലാണ് ദിവിഷ്. പറയൂ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പ്രസക്തമാകുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്ന്. ഈ ദുരന്തമുഖത്ത് ഒരുപാട് പേരെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്. എവിടെയെന്നറിയില്ല, ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നതുപോലും സ്ഥിരീകരിക്കാനാവാത്തൊരവസ്ഥയുണ്ട്. അതിനിടയിലാണോ ഇത് എന്ന് ചിലർക്കെങ്കിലും തോന്നിപ്പോകാം. അതിൻ്റെ മറുപടിയാണ് നേരത്തെ ദിവിഷ് പറഞ്ഞതും. ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. അതെ മോത്തി, നമ്മൾ കാരണം ഈ ഒരു ഘട്ടം മുതൽ ആദ്യം മുതൽ ഇതിൻ്റെ ഈ അപകടം നടന്ന സമയം മുതൽ പിന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയും ഇതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു ഒരുപാട് മനുഷ്യരുണ്ട്. നമുക്ക് ആ സമയത്ത് സ്വാഭാവികമായിട്ടും കുറേ കാര്യങ്ങളെ നമുക്ക് വിട്ടുകളഞ്ഞേ നിർവാഹമുള്ളൂ. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ പിന്നെ ഈ നാടിൻ്റെ മറ്റ് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ വരുന്നവർക്കായാലും സംവിധാനത്തിനുമൊക്കെ, സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഞാൻ പറഞ്ഞത്. ഇപ്പം ഇന്നലെ ഇത് രാവിലെ ഇവിടെ എത്തുന്ന സന്നദ്ധ പ്രവർത്തകരെ ഓരോരോ ബാച്ചായി തിരിച്ച് ഓരോരോ ഡ്യൂട്ടി ഓരോരുത്തർക്ക് നൽകുകയാണ്. ഇപ്പോൾ പല സംഘടനകളുണ്ടല്ലോ, DYFI ഉണ്ട്, അല്ലെങ്കിൽ SSF ഉണ്ട്, യൂത്ത് കെയർ ഉണ്ട്, സേവാഭാരതി ഉണ്ട്, അങ്ങനെ നീണ്ടൊരു സംഘടനകളുടെ നിരയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് ചിലപ്പോൾ എനിക്കൊന്ന് മിക്സ് ആയിട്ടൊക്കെയാണ് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പലയിടത്തും പരിശോധന നടക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ചുമതല കൂടി ഞാൻ ഇന്നലെ പോകുമ്പോൾ അവരോട് അത് പറയുന്നത് ഞാൻ കേട്ടത് കൊണ്ടുകൂടിയാണ് പറഞ്ഞത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചുമതലയും ഈ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയപ്പെട്ടിട്ടുള്ള സാധനങ്ങളോ പ്ലാസ്റ്റിക്കോ ഒക്കെ കൃത്യമായി ശേഖരിച്ച് ഒരിടത്തേക്ക് മാറ്റുക എന്നതാണ്. അത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഇനി എങ്ങോട്ടേക്ക്. കാരണം ഇനി നമ്മൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമുള്ളൊരു കാര്യം, ഇപ്പോൾ ഇന്ന് ഇത്രയും ദിവസം 8 ദിവസമായി, അടുത്ത ദിവസങ്ങൾ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആളുകളുടെ ശ്രദ്ധ, അതായത് വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് മാറുമല്ലോ. അത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പോൾ മാധ്യമങ്ങളുടെ ആണെങ്കിൽ പോലും സമയം പതുക്കെ ഇതിലേക്കുള്ള ശ്രദ്ധ കുറയും. പക്ഷെ നമ്മളിവരെ വിട്ടുകളയുന്നൊന്നല്ല, നമ്മളിവരുടെ പുനരധിവാസ കാര്യങ്ങൾ എങ്ങനെ അവർക്ക് തിരിച്ച് അവരുടെ താമസയിടങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള അതൊക്കെ നമ്മൾ കൃത്യമായി അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എങ്കിൽ പോലും വലിയ തോതിൽ ഇവിടെ എല്ലാവരും ആ ഒരു ശ്രദ്ധ, അത് മനുഷ്യ സഹജവുമാണ്. അപ്പോൾ ആ സമയത്ത് ഈ നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോയാൽ അന്ന് അത് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും അതിൽ ഒരു പരിഹാരങ്ങളില്ലാതെയും പോകും. അപ്പോൾ അതുകൊണ്ടാണ് സർക്കാർ സംവിധാനം അത് കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ സൂക്ഷ്മതയോടെ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് തുടർന്നാൽ നമുക്ക് വേഗത്തിൽ, ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ നമ്മൾ ആ പങ്കുവെച്ചതുപോലെ ഒരു ശുഭപ്രതീക്ഷയുടെ, അല്ലെങ്കിൽ ആളുകൾ സ്വാഭാവികതയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ പഴയ ജീവിതത്തിലേക്ക് അവശേഷിക്കുന്നവർ, അങ്ങനെ തന്നെ പറയണല്ലോ, അവശേഷിക്കുന്ന മനുഷ്യർ തിരിച്ചു വരുന്നു തുടങ്ങി എന്നൊരു നല്ല വാർത്ത കൂടി നമുക്ക് കുറച്ചു മാസങ്ങൾക്ക് അപ്പുറമെങ്കിലും നൽകാൻ കഴിയട്ടെ. തീർച്ചയായിട്ടും ദിവിഷ, അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്.